എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാനിപൂരിയാണ്. നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കടിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പാനിപൂരി വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാനേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ സാധാ കാണുന്ന ഒരു ചേരുവകളൊക്കെ തന്നെ മതി കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ടും. അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ പാനിപൂരി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആ ഒരു പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം. ആ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ റവയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് വറുത്തിട്ടുള്ള റവയാണ് കേട്ടോ. വറക്കാത്ത റവ വേണമെങ്കിൽ നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് റവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു റവ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ചെറിയതായിട്ട് നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഒരുപാട് ഫൈനായിട്ട് നമ്മളിത് പൊടിക്കരുത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 തവണ ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. ഇതുപോലെ പൊടിച്ചെടുത്താലും ഈ ഒരു ചെറിയ തരികൾ കാണണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പൊടിയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ കറക്റ്റ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവരുത്. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. ആദ്യം ഞാനൊരു 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒരു 2-3 തവണയായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുകയാണ്. റവ ആയതുകൊണ്ട് അറിയാമല്ലോ, നമ്മൾ മൈദയും ഗോതമ്പൊന്നും കുഴച്ചെടുക്കുന്ന പോലെ അല്ല. നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു വെള്ളം ഒരു റവ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നല്ലൊരു മയത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു മാവ് ഇതുപോലെ നമ്മളൊരു 8-10 മിനിറ്റോളം നല്ല പോലെ തന്നെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണേ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടാതെ ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു പരുവത്തിൽ നിന്ന് കുഴച്ചെടുത്തത്. ഏകദേശം ഒരു 10 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണിത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തത്. വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. നമ്മൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം. നമ്മൾ ഇതുപോലെ ഒരു മാവ് കുഴച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിലൊന്ന് അമർന്നു പോകുന്ന ആ ഒരു പരുവത്തിന് വേണം കേട്ടോ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മാവ് നമുക്കൊരു അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലും നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് പരത്തിയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ആ ഒരു മാവ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നല്ല പോലെ തന്നെ പിഴിഞ്ഞിട്ടെടുക്കുക. എന്നിട്ട് ഈ ഒരു ചെറിയൊരു നനവുള്ള തുണി വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മാവ്. അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ ഒരു അരമണിക്കൂർ നേരത്തേക്ക്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങും ആ ഒരു പാനിയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു മധുരവും പുളിയൊക്കെ ഉള്ള ഒരു പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് ഞാൻ ഒരു ചട്നി ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുശേഷമാണ് ആ ഒരു പാനി അതിൽ നിന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2.5 കപ്പ് അളവിൽ വെള്ളത്തിൽ ഏകദേശം ഒരു 625 ml വെള്ളമുണ്ട്. ആ ഒരു വെള്ളത്തിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി നമ്മൾ എടുക്കുക, വാളൻ പുളി. എന്നിട്ട് ആ ഒരു വാളൻ പുളി ഒരു 20-25 മിനിറ്റ് നമ്മളൊരു വെള്ളത്തിൽ നല്ല പോലെ തന്നെ കുതിർത്തതിന് ശേഷം നല്ല പോലെ തന്നെ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞിട്ടെടുക്കുക. അതുപോലെ എടുത്ത ഈ ഒരു പുളിവെള്ളമാണ് കേട്ടോ ഇത്. കൂടാതെ ഇതിലേക്ക് നമുക്കൊരു 12ഓളം ഈന്തപ്പഴം വേണം. ഈന്തപ്പഴം കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് നല്ല പോലെ തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ശർക്കരപ്പാനിയാണ്. കുറച്ചൊരു കുറുകിയിരിക്കുന്ന പോലത്തെ ശർക്കരപ്പാനിയാണ് കേട്ടോ ഇത്. 1.5 അച്ച് ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാൻ ഇതിലൊന്ന് പാനിയാക്കിയതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചിട്ടെടുത്താണ് എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമ്മുടെ ഒരു പുളിവെള്ളം നല്ല പോലെ തന്നെ ഇതിലൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഈന്തപ്പഴവും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കണം. നമ്മളിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു പേസ്റ്റ് പരുവത്തിന് കിട്ടണം. അപ്പോൾ ആ ഒരു പാകത്തിന് ഇതുപോലെ നമ്മളൊന്ന് കുറുക്കിയിട്ടെടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക. ഇനി ഈ ഒരു ചട്നിയിൽ നിന്ന് ഒരു 6 ടേബിൾ സ്പൂണോളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള ചട്നി നമ്മൾ മാറ്റി വെക്കുക. ഒരു ചട്നിയോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഈ ഒരു ചട്നിയിലേക്ക് നമുക്കൊരു 1.25 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ചട്നി അരച്ചെടുത്ത ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ടെടുത്ത ഒരു വെള്ളം തന്നെയാണ്. അപ്പോൾ ഇത് 1 കപ്പ് കൂടാതെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു ചട്നിയെ ഈ ഒരു വെള്ളത്തിൽ നല്ലപോലെ തന്നെ അലിഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചട്നി ഒരു വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് വരുന്ന രീതിയിലാണ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇത് ക്യൂമിൻ സീഡ് ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചിട്ടെടുത്താണ്. അതൊരു 1/2 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ചട്നിയിൽ ഉപ്പൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരവും പുളിയും ചെറിയൊരു എരിവും ഒക്കെ ഉള്ള നമ്മുടെ ഒരു കട്ടാമിട്ട പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി മൂന്നാമതായിട്ട് നമുക്ക് ആ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു തീക്ക പാനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പുതിനയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ കടയിലൊക്കെ ചെയ്യുന്ന സമയത്ത് പുതിനയില കുറച്ചും കൂടി അളവിൽ മല്ലിയിലേക്കാളും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതുപോലെ നമ്മൾ ഒരേ അളവിൽ തന്നെ ഒരു പുതിനയില മല്ലിയില എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു വലിപ്പമുള്ള ഒരു ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് അളവിൽ, അതായത് ഒരു 250 ml വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്ക് ഇതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല പോലെ തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇനി ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉള്ളത് നമ്മൾ ഇതുപോലെ ഒരു ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ അതും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് മാത്രം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിക്ക് പകരമായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വാളൻപുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂണ്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് അളവിൽ, അതായത് ഒരു 500 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു എരിവും പുളിയെല്ലാം ഒന്ന് നോക്കുക കേട്ടോ. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പാനിയുടെ ഒരു കടുപ്പ് നോക്കുക. ഒരുപാട് കടുപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളത്തിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു തീക്ക പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചെയ്തിട്ടെടുക്കേണ്ടത് ഒരു പൊട്ടറ്റോ ഫില്ലിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മീഡിയം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് നല്ല പോലെ തന്നെ കുക്കറിലിട്ടൊന്ന് പുഴുങ്ങി എടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അളവിൽ കടല ഇതുപോലെ വേവിച്ചിട്ടെടുത്താണ്. ഈ ഒരു കറുത്ത കടലയ്ക്ക് പകരമായിട്ട് നമുക്ക് ചെറുപയർ വേണമെങ്കിലും വേവിച്ചിട്ടെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളക് തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ് അളവിൽ മല്ലിയില ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല, സാധാ എരിവുള്ള മുളക് പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല പോലെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു പുളി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം നാരങ്ങാനീര് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു നാരങ്ങാനീരിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ ഇതുപോലെ മാവ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഞാനിതൊരു 3ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഒരെണ്ണം നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു 2 എണ്ണം നമ്മളൊരു നനഞ്ഞൊരു തുണി കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഡ്രൈ ആയി പോവും. ഇനി ഒരു മാവ് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മാവ് പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഇതിന് ഒരുപാട് കട്ടി ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഈ ഒരു മാവിന് ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പൂരി നമുക്ക് പൊങ്ങി കിട്ടത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം കട്ടിയില്ലാതെ തന്നെ ഞാൻ ഈ ഒരു മാവ് ഇവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊരു ചെറിയൊരു അടപ്പ് വെച്ചിട്ടോ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയ പൂരിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഒരു ഒറ്റ വായ്ക്കങ്ങ് കഴിക്കാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കേണ്ടതാണ്. നമ്മൾ ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയതായിട്ടൊരു കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മളൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടി ഉണ്ടാകാൻ പാടില്ല. എല്ലാ മാവും പരത്തിയതിന് ശേഷമാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നതെങ്കിൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണേ. നമ്മൾ ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുത്ത മാവ് ഒരു തുണി നന്നായിട്ട് നനച്ചതിന് ശേഷം നല്ല പോലെ ഇതിനൊന്ന് പിഴിഞ്ഞിട്ടെടുക്കുക. എന്നിട്ട് ഇതൊരു തുണി ഇട്ടിട്ട് ആ ഒരു തുണിയുടെ മുകളിലേക്ക് വേണം നമ്മൾ ഈ ഒരു മാവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു തുണി കൊണ്ട് തന്നെ ഇതൊന്ന് മൂടിയും കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ബാക്കി പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് ആദ്യം പരത്തിയതൊക്കെ അങ്ങ് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തും എണ്ണയ്ക്ക് അത്യാവശ്യം ഒരു മീഡിയം ചൂടുണ്ടാവണം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണ നന്നായിട്ട് നാക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ ഇത് പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ക്രിസ്പി ആയി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമ്മൾ എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കുന്നതെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ വെച്ചിരുന്നാലും അതുപോലെ തന്നെ അതിരിക്കും. ഇനി അഥവാ നിങ്ങളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പൂരി പൊങ്ങി കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു പൂരി പരത്തിയതിൽ കട്ടിയുള്ളത് കൊണ്ടാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഒരു പൂരി ഒന്നും കൊണ്ടൊന്ന് പരത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല പോലെ തന്നെ നമുക്ക് പൊങ്ങി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാനാണ്. ഒരെണ്ണം എടുത്തിട്ട് നോക്കുക കേട്ടോ, നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന്. അപ്പം നമ്മുടെ പൂരി എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഒരു 2 പാനി ഒരു പൊട്ടറ്റോ മിക്സൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്ത് വെച്ചിരുന്നത് ഇത്രയും സമയം. അപ്പോൾ നമ്മുടെ ഒരു 2 പാനി നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ കുറച്ചൊരു ബൂന്തി ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബൂന്തി ഉണ്ടാക്കാൻ അറിയില്ല, നമ്മളൊരു മിക്സറിനകത്തൊക്കെ ഇടുന്ന ഒരു കടലമാവ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ബൂന്തിയായിട്ട് തന്നെ നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. മധുരം ഉള്ളതല്ല. ഈ ഒരു ബൂന്തി ഇതിലേക്ക് ചേർക്കണമെന്നില്ല കേട്ടോ, നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2ലേക്ക് ഞാനൊരു ബൂന്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പാനിപൂരി നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇതുപോലെ ഓരോ പൂരി എടുത്തിട്ട് ഈ ഒരു മുകൾ ഭാഗം നമുക്ക് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇതിപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് ആ ഒരു പൂരി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു പൊട്ടറ്റോയുടെ മിക്സ് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു ഈന്തപ്പഴത്തിൻ്റെയും പുളിയുടെയൊക്കെ ഒരു ചട്നിയില്ലേ, ഈ ഒരു ചട്നിയുടെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതും വെച്ചതിന് ശേഷം നമ്മുടെ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു പാനിൽ മുക്കിയിട്ട് അപ്പം തന്നെ ഇത് വായിലേക്ക് ഇട്ടങ്ങ് കഴിച്ചാൽ മതി. രണ്ടാമതായിട്ട് ഈ ഒരു പൂരിയുടെ മോൾ ഭാഗം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു പൊട്ടറ്റോ മിക്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു മധുരവും പുളിയൊക്കെ ഉള്ള ഈ ഒരു പാനിൽ മുക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഇനി ഒരു പൂരി എടുത്തിട്ട് ഈ ഒരു പൊട്ടറ്റോ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു എരിവുള്ള പാനിയിൽ മാത്രം ആക്കിയിട്ടും കഴിക്കാവുന്നതാണ്. അപ്പം നമ്മളൊരു കടയിലൊക്കെ പോയി കഴിക്കുന്നതിൽ നല്ല അടിപൊളിയായിട്ട് പാനിപ്പൂരി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാന്നുള്ളൂ. വീട്ടിൽ തന്നെ ഇത് ചെയ്തിട്ടെടുക്കുന്നതുകൊണ്ട് നല്ല വിശ്വസിച്ച് നമുക്കിത് കഴിക്കാനും പറ്റും. അപ്പോൾ പാനിപ്പൂരി ഇഷ്ടമുള്ളവരും ഇതുവരെയായിട്ടും പാനിപ്പൂരി കഴിച്ചിട്ടില്ലാത്തവരും ഇത് ഒരു തവണയെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാനിപ്പൂരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.